ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിന് ഒരു മുട്ടൻ പണി തന്നെ കിട്ടി. ആദർശ് അനന്തപുരിയിൽ നിന്ന് പുറത്താവുകയാണ്. ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. എല്ലാ സൗകര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടും നീ ഇതുപോലെ ഒരു നാണക്കേടിൽ കൊണ്ട് എത്തിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂർത്തി ജ്വല്ലർക്ക് ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായത്. അതുകൊണ്ട് നീ ഇനി ഇവിടെ നിന്ന് പോകരുതെന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ആട്ടിയിറക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ മനസ്സ് മടുത്തിട്ട് ആദർശ് തന്നെയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് അനന്തപുരിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ആദർശ്. എന്നാൽ മുത്തശ്ശൻ ആദർശിനോട് ഇങ്ങനെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആദർശ് ഇപ്പോൾ വീട് വിട്ട് പുറത്തു പോകുന്നതെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ആദർശിന്റെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദർശ് ഇറങ്ങി പോകുമ്പോഴേക്കും നയനയ്ക്കും ദേവ്യാനിക്കും ഒക്കെ നല്ല വിഷമാവുന്നുണ്ട്. എന്നാൽ ആദർശിന് ആ ഒരു സങ്കടമൊക്കെ ഉണ്ട്. എന്നാൽ ബിസിനസിന്റെ കാര്യത്തിൽ ഈ കുടുംബത്തെയും അതുപോലെ തന്നെ മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയും ചതിച്ചവരെ കണ്ടുപിടിക്കാൻ കൂടിയിട്ടാണ് ആദർശ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ബിസിനസ്സിൽ മാത്രമല്ല, ഈ കുടുംബത്തെ തന്നെ ലക്ഷ്യമാക്കിയാണല്ലോ കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് ആരാണ് മറഞ്ഞിരുന്ന് അനന്തപുരിയെയും അതുപോലെ തന്നെ മൂർത്തിസ് ജ്വല്ലറിയൊക്കെ തകർക്കാൻ നോക്കുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടേ ഇനി ഞാൻ തിരിച്ച് അനന്തപുരിയിൽ എത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ആദർശും. അതുകൊണ്ടാണ് നയന അമ്മയാകാൻ പോവാന്ന് അറിഞ്ഞിട്ടും സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീരൊക്കെ കണ്ടിട്ട് പോലും ആദർശ് ഇതുപോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ ആദർശ് മുംബൈയിലേക്ക് പോയിട്ട് ആ ഹോട്ടലിൽ തന്നെ വീണ്ടും സ്റ്റേ ചെയ്ത് അവിടുത്തെ CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടിയാണല്ലോ ആദർശിന് ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തി കൊടുത്തത്. അന്ന് ആ അമേരിക്കൻ കമ്പനിയുമായിട്ട് ഡീൽ ഉറപ്പിക്കാനായിട്ട് ആദർശ് മുംബൈക്ക് പോയ സമയത്ത് സ്റ്റാലിൻ മാർട്ടിൻ ജ്വല്ലറിയുടെ PRO ആണെന്ന് ഉള്ള വ്യാജേന ഗ്രീന എന്ന പെൺകുട്ടിയെ അവിടെ നിർത്തുകയും ആദർശിന് ഒരു ഹെൽപ്പ് ചെയ്യാനെന്നുള്ള മട്ടിൽ അവൾ ഒരു ജ്യൂസ് കൊണ്ട് കൊടുക്കുകയും ചെയ്തല്ലോ. ഇവിടെ ഡീൽ ഉറപ്പിക്കാൻ വരുന്ന മെമ്പേഴ്സിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അവർക്കൊരു സഹായത്തിനൊക്കെ വേണ്ടിയിട്ടാണ് തന്നെ ഇവിടെ നിയമിച്ചേക്കുന്നതൊക്കെയുള്ള രീതിയിൽ അവൾ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ ഡീൽ ഉറപ്പിക്കാൻ വരുന്ന കമ്പനീസിൻ്റെയൊക്കെ MDമാർക്ക് വേണ്ട സ്വീകരണം നൽകി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കമ്പനിയാണ് എന്നെ ഇങ്ങനൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചെന്നൊക്കെ നമ്മുടെ ഗ്രീന എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദർശ് തന്നെ ചതിച്ചവരെ തേടിയുള്ള യാത്രയിൽ അതുപോലെ തന്നെ ആദർശ് തന്നെ ചതിച്ച ഗ്രീനയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് കേട്ടോ മുംബൈക്ക് പോകുന്നത്. അങ്ങനെ അവസാനം നന്ദുവിന്റെ സഹായത്തോടെ തന്നെ ഗ്രീനയെ കണ്ടുപിടിക്കുകയും അവളും AM ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫാണെന്നും AM ജ്വല്ലർക്കാർ തന്നെയാണ് ആദർശിനെ ചതിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് ഇതുപോലൊരു ചതിയിലൂടെയാണ് അവർ ആ ഡീല് സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശിനെ മുത്തശ്ശൻ തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ് തിരിച്ചു വന്നതിന് ശേഷം മുത്തശ്ശൻ ആദർശന്റെ കരണത്ത് തന്നെ ഒരെണ്ണം പൊട്ടിക്കുകയും എന്റെ കൺമുമ്പിൽ പോലും ഇനി നീ വന്നേക്കരുത്, ഇനി എന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു അർഹതയും നിനക്കില്ല, ഒരു യോഗ്യതയും ഇല്ല എന്നൊക്കെ പറഞ്ഞു തന്നെ ആദർശനെ ആ റൂമിൽ നിന്ന് തന്നെ ഇറക്കി വിടുകയാണ് കേട്ടോ. ആദർശനും അത് വല്ലാത്ത വിഷമാവുന്നുണ്ട്. ആദർശ് ആ സമയത്ത് വളരെ വിഷമത്തോടു കൂടി തന്നെ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇവിടെ ഒരു ചതിയാണ് നടന്നത്. ചതിയിലൂടെയാണ് AM ജ്വല്ലർക്കാരെ ഈ ഒരു ഡീല് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതുപോലൊരു ചതിയിൽ ഞാൻ വീണുവെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ ആ സ്റ്റാലിൻ മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിച്ചിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചിരുന്നു. അവർ ഒരു സ്റ്റാഫിനെ അവിടെ അറേഞ്ച് ചെയ്തിട്ടേ ഇല്ലാന്ന് അവർ പറയുന്നത്. എന്തായാലും AM ജ്വല്ലർക്കാർ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലുണ്ടാവുക. അവിടെ ഉണ്ടായിരുന്ന ആ പെണ്ണിന്റെ പേര് ഗ്രീന എന്നാണ്. ഗ്രീനയാണ് സ്റ്റാലിൻ മാർട്ടിൻ ജ്വല്ലറിയുടെ PRO. അവിടെ വരുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് കമ്പനി തന്നെ അവളെ നിയോഗിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് ആ ജ്യൂസൊക്കെ കൊണ്ട് തന്നത്. ആ ജ്യൂസ് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ശരിക്കും എന്നെ ഉറക്കിക്കിടത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഡീൽ ഉറപ്പിച്ച് വിജയിച്ച് വരാനുള്ള എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഡീല് നമുക്ക് കിട്ടുമെന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലൊരു വളഞ്ഞ വഴിയിൽ കൂടെ അവർ ആ ഡീല് സ്വന്തമാക്കിയത്. ഇതിൽ എൻ്റെ തെറ്റൊന്നുമില്ല നയനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് കഴിയുന്നതിലപ്പുറവും ഞാൻ ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കലും ഈ കമ്പനി താന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുത്തശ്ശന്റെ പേരും പ്രശസ്തിയും പ്രൗഢിയൊക്കെ എന്നും അതുപോലെ തന്നെ നിലച്ചു നിൽക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു തന്നെ ആദർശ് വല്ലാതെ കരയുകയാണ് കേട്ടോ. നയനക്കാണെങ്കിലും ആദർശ് കരയുന്ന കാണുമ്പോഴേക്കും വളരെ സങ്കടമാവുന്നുണ്ട്. കാര്യം ഇതിനു മുമ്പും ഇതുപോലെ പല കോമ്പറ്റീഷനുകളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഇതാദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദർശം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു നയനെ. മുത്തശ്ശൻ എന്നെ തല്ലിയതിൽ എനിക്കൊരു സങ്കടവും ഇല്ല. കാരണം ഇത് എന്റെ ഭാഗത്തുനിന്ന് എന്നെ സംഭവിച്ച വീഴ്ചയാണ്. അവിടെ വിജയിച്ചു വരാനുള്ള എല്ലാ കാര്യങ്ങളും മുത്തശ്ശന്റെ സ്വാധീനം ഉപയോഗിച്ച് മുത്തശ്ശൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം തന്നിരുന്നു. എന്നിട്ടും ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിനങ്ങൾ എനിക്ക് സമ്മാനിച്ചു എന്നും പറയുകയാണ് ആദർശ്. ആ ജ്യൂസിൽ എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബോധം പോലും ഇല്ലാതെ ഞാൻ അങ്ങനെ മയങ്ങിപ്പോയതും. പക്ഷെ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അന്ന് തന്നെ റിസപ്ഷനിൽ പോയി ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു.
അവൾ അവിടെ കൊടുത്തിരുന്ന അഡ്രസ്സൊക്കെ ഫേക്കായിരുന്നു. ആ കുട്ടിയുടെ പേര് ഗ്രീന എന്ന, അതും സത്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല. എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പാലക്കാടാണ് ആ കുട്ടിയുടെ സ്വദേശം എന്നാ അറിയാൻ കഴിഞ്ഞത്. അവൾ മെയിൻ ജ്വല്ലറി തന്നെ ജോലി ചെയ്യുന്ന കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. അങ്ങനൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവളെ കണ്ടെത്തും. അവളാണ് ആ ജ്യൂസിൽ അന്ന് എനിക്ക് ഉറക്കവിളിയെ കലർത്തി തന്നത്. എന്തായാലും മുംബൈയിലേക്ക് പോകണം. അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചിട്ടാണെങ്കിലും എന്നെ ചതിച്ച ആളെ ഞാൻ കണ്ടെത്തിയിരിക്കും. ഈ ഒരു ഡീല് നഷ്ടമായതിൽ മുത്തശ്ശൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഒരു ഡീല് നഷ്ടമായതിൽ എനിക്കും ഒരുപാട് വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശനോട് വിശ്വാസവഞ്ചനയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശനെ പൊറുക്കാൻ പറ്റാത്തതും. എന്തായാലും ഈ ഒരു ചതിക്ക് പിന്നിൽ നിന്ന് ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവർക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇനി ഇതിന്റെ സത്യാവസ്ഥകൾ അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്നൊക്കെ തന്നെ ആദർശ് നയനോട് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ആദർശേട്ടൻ ഇപ്പം വല്ലാതെ ടയേർഡാണ്. ഡീല് നഷ്ടമായതിന്റെയും മുത്തശ്ശൻ വഴക്ക് പറഞ്ഞതിന്റെയൊക്കെ സങ്കടം ആദർശേട്ടന് നന്നായിട്ടുണ്ട്. അതെനിക്കറിയാം. എന്നാലും ആദർശേട്ടന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആദർശേട്ടൻ വീട് വിട്ട് പോകണ്ട. മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശന്റെ മനസ്സിലെ സങ്കടം കൊണ്ടല്ലേ. ഇന്ന് വരെ മുത്തശ്ശൻ ആദർശേട്ടനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ലല്ലോ. എപ്പോഴും ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ കമ്പനിക്കും ജ്വല്ലറിക്കും ഒക്കെ ഉണ്ടായ ഈ ഒരു ഇടിവ് അത് മുത്തശ്ശന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആദർശേട്ടാ. മുത്തശ്ശൻ ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു ഇരുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ജ്വല്ലറി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ മുമ്പിൽ മുത്തശ്ശന് ഇപ്പൊ തോറ്റുപോയതുപോലെ ആയില്ലേ. ആ ഒരു വിഷമം കൊണ്ടാണ് മുത്തശ്ശൻ ആദർശേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറുകയും ആദർശേട്ടനെ തല്ലുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇനി എങ്ങോട്ടേക്കും പോകണ്ട, ആദർശേട്ടൻ ഇവിടെ ഇരുന്നാൽ മതി, എല്ലാം ഒന്ന് കരഞ്ഞു തെളിയണം. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മുത്തശ്ശന്റെ ദേഷ്യമൊക്കെ കുറയും ആദർശേട്ടാ. പഴയതുപോലെ തന്നെ ആദർശേട്ടനെ സ്നേഹിക്കുകയും ചെയ്യും എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇല്ല നയന, മുത്തശ്ശന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. അത് തന്നെയല്ല, ഞാനിവിടെ നിന്നാ അത് ശരിയാവില്ല. മുത്തശ്ശൻ എടുത്ത തീരുമാനവും ശരി തന്നെയാ. എന്തായാലും ഒന്നും കാണാതെ മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു വ്യക്തമായ കാരണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ തീരുമാനത്തിനൊത്ത് മുന്നോട്ട് പോകാൻ തന്നെ ഞാനും തീരുമാനിച്ചേക്കുന്നതെന്ന് ആദർശ് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു നയനെ. എനിക്കറിയാം നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന്. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നീ എനിക്ക് വേണ്ടി അതൊക്കെ സഹിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാള് നിന്നെയും ഈ വീടിനെ ഒന്നും ഉപേക്ഷിച്ച് പോകുന്നല്ലോ ഞാൻ പറയുന്നത്. സത്യങ്ങളൊക്കെ ഒന്ന് തെളിയുന്നത് വരെ മാത്രം. മുത്തശ്ശന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയാണെന്നുള്ളത് തെളിയിച്ചതിനു ശേഷം ഞാൻ ഉറപ്പായും തന്നെ തിരിച്ചു വരും. അതുവരെ നീ എന്നോട് ക്ഷമിക്കണമെന്നും പറയുകയാണ്. അപ്പൊ നയന പറയുന്നുണ്ട്, ഇല്ല ഇല്ല ആദർശേട്ടാ, ഞാൻ അതിനൊന്നും സമ്മതിക്കുകയല്ല. ഈ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കിയിട്ട് ആദർശേട്ടൻ പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയുക, നീ കുറച്ചൊക്കെ ക്ഷമിക്കണം നയനെ. നിന്നെ നോക്കാൻ ഇവിടെ അമ്മയും ഇളയമ്മയും എല്ലാരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നീ ഇനി മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട. എന്നെ ചതിച്ചവരെ എനിക്ക് കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ നയനെ. എന്നെ മാത്രമല്ലല്ലോ, ഞാൻ മാത്രമല്ലല്ലോ അവരുടെ ലക്ഷ്യം. എന്നിലൂടെ അവർ ഈ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറീസിനെ എല്ലാം തകർക്കാനല്ലേ നോക്കുന്നത്. ആ എതിരാളികളെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അവരെ ഇനിയും അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇനിയും ഈ കുടുംബത്തെ തറ പറ്റിക്കാനാണോ അവർ നോക്കുന്നെന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ. അതുകൊണ്ട് ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് എന്തുകൊണ്ടും നല്ലതെന്നൊക്കെ ആദർശ് ന്യായീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ നീ ഇച്ചിരി സമാധാനത്തോടെ ഇരിക്കണം. എന്റെ കാര്യം ഓർത്ത് നീ ഇങ്ങനെ വിഷമിക്കരുത്. പ്രത്യേകിച്ച് നിന്നെ ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും ഇപ്പൊ എനിക്ക് ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാ. എന്റെ സിറ്റുവേഷനും കൂടി നീ മനസ്സിലാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനെ ഒന്ന് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് ദേവയാനിയുടെ അടുത്തും പോയി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനിയും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കാരണം നയനമോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണല്ലോ, ഒരമ്മയാകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നയനമോൾ ഇങ്ങനെ സങ്കടത്തിലാക്കിയിട്ട് നീ പോകല്ലേ മോനെ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത്രയും വിഷമമാക്കിയിട്ട് നീ പോകല്ലേ എന്നൊക്കെ തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒന്നും കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത് മോനെ നീ. അതുകൊണ്ട് തന്നെ നയനമോളെ ഇങ്ങനെ തന്നെയാക്കിച്ച് നീ പോകുന്നത് ശരിയല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നയനമോടെ കൂടെ തന്നെ നീ ഉണ്ടാകുന്ന ഏറ്റവും നല്ലത്. നിനക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ, നിന്നെ കാണാതെ മോൾക്ക് ഒരു ദിവസം പോലും കഴിച്ചുകൂടാനാവില്ല. അങ്ങനെയുള്ളപ്പോൾ നീ മോളെ ഇവിടെ തന്നെയാക്കിച്ച് പോകുന്നത് ശരിയാണോ മോനെ എന്നൊക്കെ ദേവയാനി ചോദിക്കാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നെയും ഈ കുടുംബത്തെയും നമ്മുടെ ജ്വല്ലറീസിനെയൊക്കെ ചതിച്ചാരാന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എന്നേക്കുമായിട്ട് ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകാനല്ല. എന്തായാലും എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണ്ടേ അമ്മേ എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അത് പിന്നെ മോനെ, അച്ഛൻ നിന്നോട് ദേഷ്യപ്പെട്ടതും മോനെ തല്ലിയതും കൺവെട്ടത്തുനിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യം കൊണ്ടാണ്. അല്ലാതെ നിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. പിന്നെ മോൻ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി. ഇപ്പൊ തൽക്കാലം മോൻ എങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി.
ഈ ഒരു ദേഷ്യവും സങ്കടമൊക്കെ മാറുമ്പോൾ വീണ്ടും അച്ഛൻ മോനെ സ്നേഹിക്കും, മോനെ കൂടെ തന്നെ നിർത്തും. അമ്മയ്ക്ക് ഉറപ്പാ. അതുകൊണ്ട് മോൻ ഇപ്പൊ ഈ കെട്ടും കിടക്കുകയൊന്നും എടുത്തുകൊണ്ട് ഇവിടെ നിറങ്ങണ്ടെന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മയും കൂടി എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. എന്റെ നിരപരാധം തെളിയിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ ബിസിനസ് തകരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങളിലാണെങ്കിലും എപ്പോഴും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും എന്നെ ചതിയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഇപ്പോഴും മുത്തശ്ശന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അമ്മേ. മുത്തശ്ശന്റെ ആ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരണമാണല്ലോ മുത്തശ്ശൻ ഇത്രമാത്രം വിഷമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഷമങ്ങളും ഉള്ളിലടയ്ക്കുന്നിരിക്കുന്നതെന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് ഈ വീട്ടിൽ മുത്തശ്ശനെ ഫേസ് ചെയ്ത് ഇരിക്കാൻ പോലും കഴിയില്ലമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും ഞാൻ പോകുന്നത് വേറെ അങ്ങോട്ടേക്കും അല്ല, മുംബൈക്ക് തന്നെയാണ്. കാരണം എന്നെ ചതിച്ചത് മുംബൈയിൽ വെച്ചിട്ടാണല്ലോ. ആ പെൺകുട്ടി ഇപ്പോഴും മുംബൈയിൽ തന്നെ കാണും. അവളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവൾ എം ജ്വല്ലറിയുടെ ഒരു സ്റ്റാഫ് തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. എന്തായാലും അവർ തന്നെയായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്. 100% എന്റെ മനസ്സ് അങ്ങനെ തന്നെയാ പറയുന്നത്. അവരെന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ അവിടെ നിർത്തിയിരുന്നതായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവൾ മുഖാന്തരം തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിക്കണം. ഇങ്ങനെ ഒരു ചതിയിലൂടെയാണ് അവർ ആ ഡീല് സ്വന്തമാക്കിയെന്നുള്ളത് മുത്തച്ഛന്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കണം. എന്റെ കൈകൾ ശുദ്ധമാണെന്നും എന്റെ അനാസ്ഥ കൊണ്ടല്ല ഇതുപോലൊരു പിഴവ് സംഭവിച്ചെന്നൊക്കെയുള്ളത് എനിക്ക് തെളിയിക്കേണ്ടേ അമ്മേ എന്നിങ്ങനെ നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചാലും അവരുടെ എല്ലാം മുഖംമൂടി വലിച്ചു കീറണം അമ്മേ. എന്തായാലും നമ്മുടെ കുടുംബത്തിൽ തന്നെ എം ജ്വല്ലറിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടല്ലോ. നമുക്കെതിരെ കളിച്ചവരെ കണ്ടുപിടിക്കാൻ അവരോടൊപ്പം നിന്നാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും തന്നെ ആദർശ് പറയുകയാണ്. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട്, അത് ശരിയാ മോനെ. അല്ല, ഈ എം ജ്വല്ലർക്കാരെ എന്തിനാ നമ്മളോട് ഇത്രയും ശത്രുത കാണിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മോനെ തന്നെ ടാർഗറ്റ് ചെയ്താണല്ലോ അവരിപ്പം നടക്കുന്നത്. അല്ല, അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഈ കുടുംബത്തെയും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തകർത്തെറിയാനാണോ അവർ നോക്കുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ ഡീൽ അവർക്ക് കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെയാ അവരിങ്ങനെ ഒരു ചതിയിലൂടെ ആ ഡീല് സ്വന്തമാക്കിയത്. അല്ലാതെ നിന്നെ ഇങ്ങനെ മയക്ക് കിടത്തിയിട്ട് ചതിയിലൂടെ അത് നേടിയെടുത്ത അവര് ഒരിക്കലും നല്ല ആളുകളല്ല മോനെ. അവരെ ഇനിയും നീ സൂക്ഷിക്കണം. അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് മോൻ ഇനിയും കുറെ കൂടി സൂക്ഷിക്കണം. ശത്രുക്കളുടെ വലയിൽ പെട്ടുപോകരുതെന്നൊക്കെ തന്നെ നമ്മുടെ ദേവയാനി ഉപദേശിക്കുകയാണ്. അപ്പൊ ആദർശം പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാവമ്മേ. എന്നാലും ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലായി. എന്നെ ഇങ്ങനെ ഒരു ചതിയിൽ പെടുത്താൻ അവർക്ക് സാധിച്ചു. പക്ഷെ അവർ ഇനിയും ഇതുപോലുള്ള പല ചതികളും ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതിലൊന്നും പെടാതെ അവരുടെ കൈകളാണോ ഇതിലെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. അത് പിന്നെ ആരായാലും എന്നെ ചതിച്ചവരെ ഞാൻ മുത്തശ്ശന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യുന്നൊക്കെ നമ്മുടെ ആദർശ് ദേവയാനിയോട് പറയുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും നയനമോളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോൻ തനിച്ചാക്കി പോകുന്നത് ഒട്ടും ശരിയല്ല മോളെ. ഇനിയിപ്പോ നയനമോളുടെ കണ്ണീരും ഞാൻ തന്നെ വേണ്ടേ കാണാൻ. ഇനി എങ്ങനെ ഞാൻ മോളെ ആശ്വസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി അതേ കയറി പോവുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, ഇദ്ദേഹം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കണ്ടായിരുന്നു. ആദർശ മോനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നാളെ ഇതുവരെ MD സ്ഥാനത്ത് കയറിയ പിന്നെ അവൻ നമ്മുടെ കമ്പനിക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെയും അവൻ അവന്റെ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചതിയിൽ അവനെ പെടുത്തിയതല്ലേ. ശത്രുക്കൾ അവനെ കൊടുക്കാനായിട്ട് ഒരു ചതിക്കണി ഒരുക്കി വെച്ചിരിക്കുകയല്ലായിരുന്നോ? അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവനെല്ലാം ചെയ്തതല്ലായിരുന്നോ? നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ചതിയിൽ വീണു പോയാൽ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം എന്തായാലും ഇതുപോലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ടായിരുന്നു. ഇദ്ദേഹം എടുത്ത തീരുമാനത്തിൽ ആദർശമോന് മാത്രമല്ല നയനമോളും വല്ലാത്ത വിഷമത്തിലാണ്. പോരാത്തതിന് ആ കുട്ടി ഇപ്പോൾ ഒരു അമ്മയാകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയല്ലേ. ആ സമയത്ത് ഇതുപോലുള്ള വിഷമങ്ങളൊക്കെ ആണല്ലോ ആ കുട്ടിക്ക് കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുക. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ വസുന്ധരെ. അവന് ചതി പറ്റിയത് തന്നെയാണ്. അവൻ ഇനിയും ബിസിനസ്സിൽ കുറേയധികം പാഠങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ശത്രുക്കൾ ഏത് വിധത്തിലും ഉപദ്രവിക്കാൻ വരും എന്നൊക്കെയുള്ളത് ഇപ്പൊ അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചതികളാണെങ്കിലും ഏത് വഴിക്ക് വേണമെങ്കിലും വരാം. ഇത്രയും കാലം നമ്മുടെ ജ്വല്ലറികളാണെങ്കിലും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ എക്കാലത്തും അതുപോലെ പോകണമെന്നില്ലല്ലോ. പക്ഷെ നാളെ ഇതുവരെയായിട്ടും മൂർത്തീസ് ജ്വല്ലറിക്ക് ഇതുപോലൊരു പേരുദോഷമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് ഇടിവോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ മാത്രം ഈ എം ജ്വല്ലർക്കാരുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോയത് കണ്ടില്ലേ. അത് അവന്റെ അനാസ്ഥ കൊണ്ടും തന്നെയല്ലേ സംഭവിച്ചത്. അതുപോലെ ഇനിയും അങ്ങോട്ടേക്ക് പല പല ചതികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ പെടാതെ ചതികളൊക്കെ മുൻകൂട്ടി തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവ് നമ്മൾ ഇനിയും ആർജിച്ചെടുക്കാനുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ സൂക്ഷിക്കാനുണ്ട്. ശത്രുക്കൾ ഏത് ദിക്കിൽ നിന്ന് വന്നാലും ഏത് രീതിക്ക് വന്നാലും അതിനെയൊക്കെ നേരിടാൻ അവൻ ഇനിയും പ്രാപ്തനാകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് മൂർത്തീസ് ജ്വല്ലറിക്ക് ഇതുപോലൊരു നഷ്ടമോ അല്ലെങ്കിൽ ഇതുപോലൊരു നാണക്കേടോ ഉണ്ടായിട്ടില്ല.
പക്ഷേ ഇപ്പം കമ്പനി ഇതുവരെ നേരിടാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും. ഇതുവരെയും നമുക്കിതുപോലെ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുള്ള ഒരു ജ്വല്ലറിയും രംഗത്തെത്തിയിട്ടില്ല. ഇപ്പോൾ എല്ലായിടത്തും ജ്വല്ലറി തന്നെ മുന്നിൽ വരികയും ചെയ്തു. ഇത്രയും നാളും മൂർത്തീസ് ജ്വല്ലറി ആയിരുന്നു എല്ലായിടത്തും ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ ഗൾഫിലും നാട്ടിലും മുംബൈയിലും എല്ലായിടത്തും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി രണ്ടാമതായി. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ എല്ലാം കുത്തനെ ഇടിയാൻ തുടങ്ങി. 25% നമ്മുടെ ഷെയർ ഇപ്പം തന്നെ ഇടിഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്കും ഈ ഡീലൊക്കെ താഴ്ന്നു പോവുകയുള്ളൂ. കാരണം അമേരിക്കൻ കമ്പനിയുമായിട്ട് ജ്വല്ലറി 5 വർഷത്തെ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ 5 വർഷക്കാലം അത് നിർണായകമായിരിക്കും. ചിലപ്പോൾ അവർ നമ്മളെക്കാൾ ഒരുപാട് പടി മുന്നിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും മൂർത്തീസ് ജ്വല്ലറി ഇന്ന് വരെ ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് തന്നെ. അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു വസന്തരെ. എന്നാൽ അവന്റെ ഭാഗത്തുനിന്നും ചെറിയ രീതിക്കുള്ള അനാസ്ഥ ഉണ്ടായല്ലോ. ഞാൻ അവന് പോകുന്നതിന് മുമ്പ് തന്നെ കുറേ ഉപദേശങ്ങൾ നൽകിയിരുന്നു. നമ്മുടെ എതിരാളികളായിട്ടുള്ള ശത്രുക്കൾ മാനസികമായും ശാരീരികമായും നമ്മളെ ചതിക്കാൻ തക്കം പാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതായിരുന്നു. എന്നിട്ടും ഏതോ ഒരു പെൺകുട്ടി കൊടുത്ത ജ്യൂസ് കുടിച്ചതുകൊണ്ടല്ലേ അവൻ അന്ന് ഡീലിൽ പങ്കെടുക്കാൻ പോലും പറ്റാതെ പോയത്. ഒരു പക്ഷേ അവൻ ആ ഡീലിൽ പങ്കെടുത്ത് തോറ്റുപോയിരുന്നെങ്കിലും എനിക്ക് ഇത്രത്തോളം വിഷമമാവില്ലായിരുന്നു. അവിടെ അവന് വിജയം ഉറപ്പിച്ചതായിരുന്നു ഞാൻ. അവൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ സ്വാധീനവും എൻ്റെ കഴിവും വെച്ച് അവിടെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ആ ഡീല് തന്നെ നഷ്ടമായത്. അതെനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല വസന്തര എന്നൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇദ്ദേഹം ആദർശിനോട് കാണിച്ചത് ഇച്ചിരി അതിര് കടന്നുപോയി. ഇങ്ങനൊരു തീരുമാനം ഇദ്ദേഹം എടുക്കാൻ പാടില്ലായിരുന്നു. അവൻ ഇറങ്ങിപ്പോകാൻ റെഡിയായി ഇരിക്കുകയാണ്. നയനമോളാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പം ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. ഇദ്ദേഹത്തിനും ഈ ഒരു വിഷമമൊക്കെ മനസ്സിലാകുന്നില്ലേ? എങ്ങനെ നയനമോൾ ഇനി സമാധാനിപ്പിക്കും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാവടോ, ദേവേനയുടെയും നയനിയുടെയും അജയന്റെയും ജയന്റെയും അതുപോലെ തന്നെ ആദർശനെ സ്നേഹിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ വിഷമമുണ്ടെന്നുള്ളത് എനിക്കറിയാം. അവർക്ക് വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ആദർശന് നേരെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ എനിക്ക് പറ്റില്ല. അവൻ തന്നെ അവന്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ. നമ്മുടെ ജ്വല്ലറിയെ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരട്ടെ. അവനായിട്ട് അവൻ ശ്രമിക്കട്ടെ. അവൻ അതിനു വേണ്ട പ്രാപ്തിയൊക്കെ ആർജിച്ചെടുക്കട്ടെ. എപ്പോഴും അവന് വേണ്ടിയിട്ട് താങ്ങും തണലുമായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് അവൻ ഇനിയും ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളിലും ഞാൻ അവന് താങ്ങും തണലുമായിട്ട് നിന്നിട്ടേ ഉള്ളൂ. എല്ലായ്പ്പോഴും ഈ ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കാനും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതുപോലുള്ള എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഈ ബിസിനസ്സിനെയും ഈ കുടുംബത്തിനെയൊക്കെ ഇതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവ് അവൻ ആർജിച്ചെടുക്കട്ടെ. അതിനു വേണ്ടിയിട്ടും കൂടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും കമ്പനി കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ലടോ. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും ഈ കമ്പനി ഇതേ ഒരു പ്രൗഢിയോടെയും പ്രശസ്തിയോടെയും നിലനിന്ന് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ എനിക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ പ്രൗഢിയും പ്രശസ്തിയും തിരിച്ചുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ആദർശ് കുറച്ച് കഷ്ടപ്പെടട്ടെ എന്ന് തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുക കേട്ടോ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ കിടക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് എല്ലാവരും. അനന്തപുരി ഇപ്പോൾ ഒരു മരണവീട് പോലെ തന്നെ ആയിരിക്കുകയാണ്. എന്നാൽ നവ്യയും അഭിയും ജലജയും അതുപോലെ തന്നെ അവന്തികയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ജ്വല്ലറിക്കാണല്ലോ ഇങ്ങനെ ഒരു ഡീല് കിട്ടിയത്. അവന്തിക മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇവിടെ വിജയിച്ചു, ഇനി അങ്ങോട്ടേക്ക് അനന്തപുരി തറവാടിൻ്റെയും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെയും പതനമായിരിക്കും. അതും കൂടി എനിക്ക് കാണണം. എൻ്റെ അച്ഛനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അച്ഛൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും വിഷമിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ അവന്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഗേന്ദ്രനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അവന്തിക. അതുപോലെ തന്നെ നമ്മുടെ നവ്യയും അഭിയും ജലജയൊക്കെ നാഗേന്ദ്രനാണ് ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയാതെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ജ്വല്ലറിക്ക് ഈ ഒരു ഡീല് സ്വന്തമായതുകൊണ്ട് തന്നെ നവ്യക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇനി ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ വരുമല്ലോ. അവരുടെ പരസ്യങ്ങളൊക്കെ അഭിനയിച്ച ഒരുപാട് പ്രതിഫലവും കിട്ടും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മുടെ നവ്യയും. ജലജയ്ക്കും അഭിക്കും നവ്യ ഉള്ളതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാടും അതുപോലെ മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും എല്ലാം തകർന്ന് തരിപ്പണം ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവർ. ഈ ഒരു ഡീല് കിട്ടാത്തതിൻ്റെ സന്തോഷം അവരുടെ പ്രവൃത്തിയിലും ഉണ്ട്. എപ്പോഴും ആദർശനെയും നയനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ അവരുടെ തൊഴിൽ. എന്നാൽ ഇപ്പം നേരെ മറിച്ച് അവരുടെയൊക്കെ മുമ്പിൽ സങ്കടം അഭിനയിക്കുകയാണ് കേട്ടോ. കാരണം അവർക്കും ഈ ഒരു തകർച്ചയിൽ ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ വരുത്തി തീർക്കുകയാണ് നമ്മുടെ ജലജ അഭിയൊക്കെ. ഇതൊക്കെ നമ്മുടെ അജയനും ജയനും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ദേവയാനിക്കും നയനിക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ആരും ഒന്നിനോട് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല.
അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ആദർശിൻ്റെ ഈ ഒരു തീരുമാനം അത് അനന്തപുരിയിലുള്ള ആദർശിനെ വെറുക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ ആദർശിനെ ആട്ടിയിറക്കി വിട്ടു എന്ന് തന്നെയാണ് കേട്ടോ നവ്യയും ജലജയും അഭിയൊക്കെ പറയുന്നത്. ആദർശ് എന്ത് വലിയ തെറ്റ് ചെയ്താലും അതൊന്നും ഒരു തെറ്റായിട്ട് പോലും കാണില്ല. എപ്പോഴും ആദർശിനെ ന്യായീകരിച്ച് കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആദർശിന് ഓരോ പദവികൾ ഉയർത്തി കൊടുക്കും. MD സ്ഥാനത്താണ് ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. അതുപോലെയുള്ള കുറേ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ നവ്യയുടെയും ജലജയുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുത്തശ്ശന് ചിലപ്പോൾ പിടിച്ചു നിൽക്കാനായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശന് ആദർശന് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാനും കാരണമായത്. എന്തായാലും ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യങ്ങൾ നവ്യ അറിയാത്തതുകൊണ്ട് തന്നെ നവ്യ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും. ഇത്രയും നാളും വലിയ ആദർശം പറഞ്ഞുകൊണ്ടിരുന്ന ആദർശധീരനായ കൊച്ചുമോനാണല്ലോ ഇപ്പോൾ ഇത്രയും വലിയ ചതി ചെയ്തത്. സ്വന്തം കുടുംബത്തോടും അതുപോലെ തന്നെ മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും എല്ലാം തറപറ്റിച്ചത് സ്വന്തം കൊച്ചുമോൻ തന്നെയല്ലേ. സ്വന്തം കൊച്ചുമോൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അവനെ തലയെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ആ കൊച്ചുമോൻ തന്നെ ഇപ്പം താഴെയിട്ട് ഉടച്ചില്ലേ എന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കാൻ നവ്യ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത്. എന്തായാലും ഈ അനന്തപുര തറവാടിനും മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനും ബിസിനസ്സിനും ഒക്കെ ഇടിവുണ്ടായത് ആദർശ കാരണമാണല്ലോ. അതുകൊണ്ടാണ് ആദർശനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് തന്നെ മുത്തശ്ശൻ പറയുകയാണ്. അതുകൊണ്ടാണ് ആദർശിനെ കുറച്ച് നാളത്തേക്ക് കമ്പനിയുടെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതെന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം അവർക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആവുകയാണ്. അങ്ങനെ ആദർശ് റൂമിൽ വന്നിട്ട് ആദർശിൻ്റെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളും അത്യാവശ്യം ഉപയോഗിക്കാനുള്ള 2-3 ജോഡി ഡ്രസ്സും ഷൂസും അങ്ങനെ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് പാക്ക് ചെയ്യുകയാണ്. നയനിക്കാണെങ്കിലും നല്ല വിഷമമാവുന്നുണ്ട്. നയന ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇല്ലാതെ ഒരു ദിവസം പോലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാനാകില്ലായിരുന്നു. ഇപ്പോൾ ആദർശേട്ടൻ എത്ര ദിവസത്തേക്കെന്ന് പറഞ്ഞ് ഈ പോകുന്നത്. ആദർശേട്ടനെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും, എൻ്റെ ഹൃദയം നിന്നു പോയതുപോലെ ആകും എന്നൊക്കെ തന്നെ നമ്മുടെ നയന പറയുക. ആദർശേട്ടൻ മുംബൈക്ക് പോയാലും എപ്പോഴും എന്നെ വിളിക്കണം. ഞാൻ വിളിക്കുമ്പോഴേക്കും ആദർശേട്ടൻ ഫോൺ എടുക്കണം. എത്ര തിരക്കിലാണെങ്കിലും ആദർശേട്ടൻ എന്നോട് സംസാരിക്കണം. ആദർശേട്ടൻ സംസാരിക്കുകയും കൂടി ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് നീറ് ചാകും എന്നൊക്കെ തന്നെ നമ്മുടെ നയന പറയുക. ആദർശ് പറയുന്നുണ്ട്, നയനെ അതിന് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമൊന്നും അല്ലല്ലോ. തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ എന്തിനാണ് പോകുന്നതെന്നും എൻ്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ ഉള്ളത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ അതൊന്നും ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുത്തോളാം. ദിവസവും ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ നിന്നെ വിളിച്ചോളാം. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. നീ ഇങ്ങനെ വിഷമിക്കാതെ. എന്തായാലും ഇപ്പം എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ എന്നെ ചതിച്ചവരെ എനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. എൻ്റെ നിരപരാധം എനിക്ക് മുത്തച്ഛൻ്റെ മുമ്പിൽ തെളിയിച്ചേ പറ്റുള്ളൂ. അതെൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടി പ്രശ്നമാണ് എന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് നയനോട് പറയുക. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ദേവ്യാനിയും വരികയാണ് കേട്ടോ. ദേവ്യാനിയും വന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ സൂക്ഷിക്കണം. ശത്രുക്കൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ചതി പല ഭാഗത്തുനിന്നും വരും. അതുകൊണ്ട് മോൻ എല്ലാ കാര്യത്തിലും ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ ദേവ്യാനി ആദർശിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഇനി അമ്മയും കൂടി വിഷമിച്ചിരിക്കരുത്. ഇവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ഇവളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് അമ്മയല്ലേ. അമ്മയും കൂടി ഇങ്ങനെ കരയരുത്. എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. ഞാൻ പോകുന്ന കാര്യം വിജയിക്കാനും എൻ്റെ നിരപരാധം തെളിയിക്കാനും പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുക. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതെന്ത് പറച്ചില്ല മോനെ, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിന്നെ ചതിച്ച ആരാണെങ്കിലും നീ അവരെ കണ്ടുപിടിക്കണം. അവർക്ക് വേണ്ട നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ ആദർശ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്ദാവനത്തിലുള്ളവരും അറിയുന്നുണ്ട്. അവരിങ്ങനെ എപ്പോഴും മാറി നയനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആദർശ് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നയനയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നുണ്ട്. എന്താ ചേച്ചി കാര്യങ്ങൾ? എന്തായാലും ആദർശേട്ടൻ്റെ വീഴ്ച കൊണ്ട് സംഭവിച്ചു പോയതല്ലല്ലോ ചേച്ചി. ആദർശേട്ടൻ ആരും അവിടെ മനഃപൂർവ്വം ചതിച്ചതല്ലേ. മുത്തശ്ശൻ എന്തായാലും ഇതുപോലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എത്രയൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ്റെ സ്വഭാവം മുത്തശ്ശന് അറിയാവുന്നതല്ലേ. എന്നിട്ടും മുത്തശ്ശൻ ഇതുപോലെ ഒരു തീരുമാനം എടുത്തത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തെന്നൊക്കെ നന്ദു ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെന്താന്ന് ഞങ്ങൾക്കും അറിയില്ല മോളെ. ഈ ഡീല് നമുക്ക് തന്നെ കിട്ടുമെന്ന് മുത്തശ്ശൻ ഉറപ്പിച്ചതായിരുന്നു. അതുപോലെ തന്നെ ഈ ഡീല് സ്വന്തമാക്കി അവിടെ വിജയിച്ചു വരാനുള്ള എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ ഇവിടെ ഇരുന്നോട് തന്നെ ചെയ്തതാണ്. എന്നിട്ടും ആദർശേട്ടൻ ഇതുപോലെ ഒരു ചതിയിൽ പെട്ടുപോയത് കൊണ്ടല്ലേ ആ ഡീല് സ്വന്തമാക്കാൻ പറ്റാഞ്ഞത്. അത് നമ്മുടെ തറവാടിനെ മാത്രമല്ല, നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ ഷെയർ മാർക്കറ്റിനെയും എല്ലാം ഇടിവുണ്ടാക്കി. മൂർത്തിസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇടിവ് സംഭവിക്കുന്നതെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. ആ ഒരു സങ്കടത്തിലാണ് മുത്തശ്ശൻ ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് മോളെ. എന്തായാലും ആദർശേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു മോളെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നയന ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആദർശ് മുംബൈയിൽ അന്നവിടെ സ്റ്റേ ചെയ്യുന്ന അതേ ഹോട്ടലിൽ തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് തന്നെ CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ.
അങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആദർശ് ശ്രമിക്കുന്നുണ്ടെങ്കിലും റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട് അതിന് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അവരും നിങ്ങളെപ്പോലെ തന്നെ എന്തോ ബിസിനസ്സിന് ആവശ്യത്തിനായിട്ടാണ് റൂം എടുത്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ചെക്കൗട്ട് ചെയ്യുകയും ചെയ്തു. അല്ലാതെ അവരെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ ഈ CCTV ഫുട്ടേജ് തരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോളൂ എന്ന് തന്നെ പറയുക കേട്ടോ. അല്ലാതെ അവർക്കും ഒന്നും തന്നെ അറിയില്ലെന്നാണ് അവർ പറയുന്നത്. ആദർശ് പറയുന്നുണ്ട്, അതെനിക്കറിയാം, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫുട്ടേജും കൂടെ വെച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്താനായിട്ട്. എന്തായാലും അവളൊരു മലയാളി തന്നെയാണ്. പാലക്കാടാണ് അവളുടെ സ്വദേശം എന്നാ ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായത്. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവളാണല്ലോ ആ ജ്യൂസിൽ എന്തോ കലക്കി തന്നെ എന്നെ ഇവിടെ മാറ്റി കിടത്തിയത്. ഏഴും ജ്വല്ലർക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അവളെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് തന്നെ ഞാൻ ഈ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുന്ന ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ കിട്ടിയ വിവരങ്ങളെല്ലാം ആ പെൺകുട്ടിയെക്കുറിച്ച് കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് ആദർശ റൂമിൽ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇതിനെ കൊണ്ട് ഒരു സഹായം വേണം. എന്താന്ന് വെച്ചാൽ അന്ന് ഞാനിവിടെ ഹോട്ടലിൽ താമസിച്ച സമയത്ത് എന്നെ സ്വീകരിക്കാനും അതുപോലെ തന്നെ എനിക്കൊരു ജ്യൂസ് കൊണ്ട് തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അവൾ കാരണമാണല്ലോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചതിയിൽ പെട്ടതും. ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയണം. പാലക്കാട് തന്നെ അവളുടെ സ്ഥലം എവിടെയാണെന്നും അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം. എന്തായാലും ഇപ്പോൾ അവളുടെ CCTV ഫുട്ടേജും കാര്യങ്ങളും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്തായാലും അത് മോക്ക് മെയിൽ ചെയ്തേക്കാം. മോള് അത് വെച്ചിട്ട് തന്നെ അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് എടുത്ത് അയച്ചു തരണമെന്ന് പറയുക കേട്ടോ. അവളും ആ ജോലിക്കാരൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്നും കൂടി പറയാം. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ആദർശേട്ടാ, ഞാൻ ഉറപ്പായിട്ടും ആദർശേട്ടനെ സഹായിക്കാം. ഞാൻ ഉടനെ തന്നെ സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് ഈ പെൺകുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്ത് ആദർശേട്ടനെ അയച്ചു തരാമെന്നും പറയുക. അവളെക്കുറിച്ചുള്ള വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസും കൂടി ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് നന്ദു പറയുക. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അവളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണം മോളെ, എങ്കിൽ മാത്രമേ ഈ ചതിക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ മാത്രമല്ല അവർ തകർക്കാൻ നോക്കുന്നത്, നമ്മുടെ കുടുംബത്തെയും കൂടെ തകിടം മറിക്കാനായിട്ട്. നമ്മുടെ കുടുംബത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആരോ ആണ് ഇതിന്റെ പിന്നിലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതാരാണെങ്കിലും എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ മോളെ. അത് കണ്ടുപിടിച്ച് മുത്തശ്ശന്റെ മുമ്പിൽ എൻ്റെ നിരപരാധം തെളിയിച്ചാൽ മാത്രമേ എനിക്കിനി സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് ആദർശ് പറയുക. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, അങ്ങനെ തന്നെ വേണം. എന്തായാലും മുത്തശ്ശൻ ഇപ്പോൾ ആദർശേട്ടന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ, അത് മുത്തശ്ശൻ തിരുത്തി പറയണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ആദർശേട്ടന്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ. എന്തായാലും ആദർശേട്ടൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ശത്രു ഏത് രീതിക്ക് വന്നാലും അതൊക്കെ മുൻകൂട്ടി അറിയാനും ശത്രുവിനെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവരുടെ ചതികളിൽ പെടാതെ നോക്കണം എന്നൊക്കെ നമ്മുടെ നന്ദു പറയുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശന് സുഖമല്ലേ, ഫുഡൊക്കെ കഴിച്ചായിരുന്നോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തന്നെ ചോദിക്കുക. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ സേഫാണ്. ഞാനൊരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. മുത്തശ്ശൻ എന്നെ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയില്ല. എന്റെ നിരപരാധം തെളിയിക്കുന്നവരെ ഇനി കമ്പനിയുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് തന്നെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യാവസ്ഥ എനിക്ക് പുറത്തു കൊണ്ടുവരണമെന്നും പറയാം കേട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അതെ, ആദർശേട്ടൻ എടുത്ത തീരുമാനം തന്നെയാണ് ശരി. എന്തായാലും ആദർശേട്ടൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കൂടെ തന്നെയുണ്ട്. ആദർശേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആദർശേട്ടന് വേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്യാം. എൻ്റെ കുറച്ച് കൂട്ടുകാർ അവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വേണ്ട മോളെ, ഇതിനില്ല ആരെയും ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ തന്നെ ഇവിടെ മുന്നിട്ടിറങ്ങി അന്വേഷിച്ചോളാം. എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്തായാലും നാട്ടിലെ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ മോളുണ്ടല്ലോ, അത് മതി. മോളുടെ സഹായം മാത്രം മതി. എന്തായാലും ഇവിടെ എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുക. അപ്പം നമ്മുടെ നന്ദു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസ് മുറയ്ക്ക് തന്നെ ഒരു അന്വേഷണം നടത്തുകയാണ് കേട്ടോ. അങ്ങനെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ തന്നെ നന്ദു ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണ്. അതുപോലെ തന്നെ നന്ദുവിനെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് മുംബൈയിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്കും ഈ ഒരു ഫുട്ടേജ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദർശും അതുപോലെ തന്നെ ആദർശിനെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ നോക്കുകയാണ്. അധികം വൈകാതെ തന്നെ നന്ദു ഈ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവളുടെ ഫോൺ നമ്പറും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഗ്രീനയുടെ ഫോൺ നമ്പർ കിട്ടിയ കാര്യങ്ങളൊക്കെ ആദർശിനെ വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഗ്രീനയുടെ ഫോൺ നമ്പർ വെച്ചിട്ട് അവൾക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയല്ലേ. അതുപോലെ തന്നെ അന്നത്തെ ദിവസം അവൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അവളെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം വേണമെന്ന് പറയുക. അങ്ങനെ വീണ്ടും നന്ദു അവളുടെ ഫോൺ ട്രേസ് ചെയ്ത് അവൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അവളെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേട്ടോ. അങ്ങനെ ഫോൺ സംഭാഷണമൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി തന്നെ ഈ പെൺകുട്ടിക്ക് AM ജ്വല്ലറിയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ AM ജ്വല്ലറിയുടെ ഒരു സ്റ്റാഫ് കൂടിയാണ് ഇവളെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുകയാണ്.
ഡേവിഡാണ് ജ്വല്ലറിയുടെ എം ഡി എന്നാണല്ലോ ഇപ്പം എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള എം ഡി ഡേവിഡ് അല്ലാന്നും അതിൻ്റെ മുകളിൽ ആരോ ഇവരെയൊക്കെ നിയന്ത്രിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങൾ ആദർശം മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ആരാണെന്നുള്ളതൊന്നും ആദ്യം കണ്ടുപിടിക്കുന്നില്ല. എന്നാലും ഡേവിഡുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണങ്ങളൊക്കെ നമ്മുടെ നന്ദു ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അങ്ങനെ ആ ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ആദർശിനെ അറിയിക്കുകയാണ് കേട്ടോ. അന്ന് ആദർശേട്ടനെ ചതിച്ചത് ജ്വല്ലറിയാണെന്നും ഈ ഡീല് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലൊരു വളഞ്ഞ വഴി സ്വീകരിച്ചാണെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ ആദർശ് നയനയെ വിളിച്ചിട്ട് പറയുകയാണ്. ജ്വല്ലറിക്കാർക്ക് തന്നെ ആ ഒരു ഡീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലൊരു ചതി ചെയ്തോ എന്നൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദേവയാനിയോടും നമ്മുടെ നയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീനയുടെ ഡീറ്റെയിൽസൊക്കെ ആദർശും നന്ദുവും കണക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന നാഗേന്ദ്രൻ ഗ്രീനയെ അവിടുന്ന് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രീനയെ കൈയോടെ പിടികൂടുകയാണ് നന്ദുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീനയ്ക്ക് ആയുമില്ല. ഗ്രീനയെ അവിടുന്ന് അമേരിക്കയിലേക്ക് തന്നെ പറഞ്ഞു വിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ നാഗേന്ദ്രൻ. പക്ഷേ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ഗ്രീനയെ നമ്മുടെ നന്ദു പിടികൂടുന്നുണ്ട്. അങ്ങനെ ഗ്രീനയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഗ്രീനയിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ് നന്ദു. അങ്ങനെ ഗ്രീന അവസാനം കുറ്റസമ്മതം നടത്തുകയാണ് കേട്ടോ. ഗ്രീന പറയണ്ടേ, എൻ്റെ പൊന്നു സാറേ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ 10 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് തരാമെന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഞാൻ ഒരുപാട് പിന്നോക്കമുള്ള കുടുംബത്തിലെ കുട്ടി തന്നെയാണ്. പെട്ടെന്ന് ഒരു ദിവസം 10 ലക്ഷം രൂപ തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. അല്ലാതെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശ് എന്ന് പറയുന്ന വ്യക്തിയെ ചതിക്കാൻ എനിക്കൊരു കാരണവുമില്ല. എൻ്റെ ഇല്ലായ്മ കണ്ട് ഇവരെന്നെ പ്രലോഭിപ്പിച്ചതാണ്. അതുപോലെ തന്നെ എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ റെഡിയാക്കി തരാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കുറ്റത്തിന് കൂട്ടു നിന്നതെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദു ഗ്രീനയെ ഇട്ട് തല്ലി ചതക്കുകയാണ്. നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും ദുഃഖത്തിലാണ്. ആദർശേട്ടൻ വീട് വിട്ട് ഇറങ്ങി. മുത്തശ്ശൻ ഇപ്പോൾ ആദർശേട്ടനോട് മിണ്ടാറില്ല. ആ വീട് ഇപ്പോൾ മരണവീട് പോലെയായി എന്നൊക്കെ പറഞ്ഞ് തന്നെ ഗ്രീനയെ തല്ലുന്നുണ്ട്. നീയും കൂടെ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. നീയും കൂടെ കാരണമായിട്ടാണ് ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ഗ്രീനയിൽ നിന്ന് തന്നെ ജ്വല്ലറിയുടെ MD ഡേവിഡ് അല്ലാന്നും നാഗേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്നുള്ള കാര്യങ്ങൾ നന്ദു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആദർശമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴാണ് നാഗേന്ദ്രൻ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു മനസ്സിലാക്കുന്നതും. അതായത് ജലജ അപ്പച്ചിയുടെ ഭർത്താവാണെന്നും 22 വർഷങ്ങൾക്ക് മുമ്പ് ആ മുത്തശ്ശൻ ഇതുപോലെ ജ്വല്ലറിയിൽ തിരിമറി നടത്തിയതിൻ്റെ പേരിൽ ആട്ടിയിറക്കി വിട്ടതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുക കേട്ടോ. പിന്നീട് അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ജ്വല്ലറിയുടെ MD എന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് വിശ്വസിക്കാനും ആവുന്നില്ലായിരുന്നു. ഇതുപോലെ ചതിയിലൂടെയും തട്ടിപ്പിലൂടെയും തന്നെയാണ് ജ്വല്ലറി അയാൾ സ്വന്തമാക്കിയിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള രീതിയിൽ ആദർശ് പറയുന്നുണ്ട്. അയാളുടെയും അപ്പച്ചയുടെയൊക്കെ സ്വഭാവം ഏകദേശം ഒരുപോലെയാണ്. മറ്റുള്ളവർ നന്നാകുന്നതോ മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഇതുപോലുള്ള ചതികൾ ചെയ്യാനൊന്നും ഒരിക്കലും ഒരു മടിയും കാണിക്കാത്തവരാ. അതുകൊണ്ട് അയാളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ അയാളും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാ തെളിവുകളുടെയും സഹായത്തോടെ അയാൾക്കെതിരെ നമുക്കൊരു കേസ് മൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാനോ നിയമപരമായിട്ട് കാര്യങ്ങളെ നേരിടാനോ ഉള്ള വകുപ്പൊന്നും നമുക്കില്ല. വേണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഡീല് തിരിച്ചു പിടിക്കാനാകില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അതേക്കുറിച്ച് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പക്ഷേ ഇത് നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനും ഉറപ്പില്ല എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. അവരാണോ ഇതിൻ്റെ പിന്നിലെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. മുത്തശ്ശൻ്റെ മുമ്പിൽ എൻ്റെ കൈകൾ ശുദ്ധമാണെന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ കൊണ്ടല്ല ഈ ഡീല് നഷ്ടമായെന്നുള്ളത് എനിക്ക് തെളിയിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് പറയുക കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് മതി ആദർശേട്ടാ. ഈ ഗ്രീന എന്ന് പറയുന്ന കുട്ടി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ജ്വല്ലറിക്കാരാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദർശേട്ടന് ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് ധൈര്യമായിട്ട് പറയാമെന്നും പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശിന് ജ്വല്ലറിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുകയാണ്. അതുപോലെ തന്നെ നാഗേന്ദ്രനാണ് ജ്വല്ലറിയുടെ ശരിക്കുള്ള MD എന്നും അറിയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ മുംബൈയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവർ ചതിച്ചതുകൊണ്ടാണ് അന്ന് ആ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയെന്നും ഉള്ള കാര്യങ്ങളും അവരുടെ ചതിയാണ് ഇതിൻ്റെ പിന്നിലെന്നും എന്നെ ശരിക്കും ചതിച്ചതാണെന്നും അവരാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ നന്ദുവും എല്ലാ തെളിവുകളും സഹിതം ഹാജരാക്കിയാണ് കേട്ടോ ഗ്രീനിയെ തന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വിളിച്ച് പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവന്തികയുടെയും അതുപോലെ തന്നെ ജ്വല്ലറിക്കാരുടെയും ഒക്കെ ചതിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ നഷ്ടമായ ഡീല് സ്വന്തമാക്കാനായിട്ട് ആദർശ് വീണ്ടും സ്റ്റാലിൻ മാർട്ടിൻ ജ്വല്ലറിയിലെ MDയെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ചതിയിലൂടെയാണ് ജ്വല്ലറിക്കാർ ഇതുപോലെ ഒരു ഡീല് സ്വന്തമാക്കിയെന്നൊക്കെയുള്ളത് ആദർശ് അവരെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ വിശ്വസ്തതയുടെ കാര്യത്തിൽ ചതി ചെയ്തവരാണ് ജ്വല്ലറിക്കാരെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡീല് തിരിച്ച് അനന്തപുരിക്ക് തന്നെ ചെയ്യാനും അവർക്ക് സൈൻ ചെയ്ത് കൊടുത്ത ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം അവർ റദ്ദാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവസാനം ആദർശ് തന്നെ ആ ഡീല് സ്വന്തമാക്കുന്നുണ്ട്. മുത്തശ്ശനും ആദർശനോടുള്ള എല്ലാ ദേഷ്യങ്ങളും മാറി ആദർശനും നിരപരാധികളെല്ലാം മുത്തശ്ശൻ മനസ്സിലാക്കിയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വീണ്ടും അങ്ങനെ അനന്തപുരിയിൽ വീണ്ടും സന്തോഷത്തോടെ ആദർശ് തിരിച്ചെത്തുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.